സോ നമ്മളിന്ന് വേറൊരു സെറ്റപ്പിലാണ് ഇരിക്കുന്നത്. ഞാൻ ആക്ച്വലി എൻ്റെ സ്റ്റുഡിയോയിലല്ല. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ ലാപ്ടോപ്സിൽ മാത്രം എഡിറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഒരാളാണ്. സോ എനിക്ക് പി സിനെ കുറിച്ച് യാതൊരു കാര്യവും അറിയില്ല, പി സി എങ്ങനെയാണ് ബിൽഡ് ചെയ്യേണ്ടത് എന്ന് പോലും അറിയില്ല. സോ ഞാനൊരു ചലഞ്ച് നോക്കുമായിരുന്നു. അതായത് എന്നെപ്പോലെ പി സി ബിൽഡ് ചെയ്യുന്നതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ലാത്ത, എന്നാൽ എന്താണ് ഉപയോഗം, എത്രയാണ് ബഡ്ജറ്റ് എന്ന് മാത്രം ഐഡിയ ഉള്ള ഒരാൾക്ക് എങ്ങനെ പി സി ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും, ഇന്നത്തെ വീഡിയോയിലൂടെ കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് GRigs കമ്പ്യൂട്ടർ സെൻറ്ററിലാണ്. ഏകദേശം 90% ഓഫ് ആൾക്കാരും കേരളത്തിൽ ഒരു പി സി ബിൽഡ് ചെയ്യണമെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള പാർട്സ് ഏതാണ് വേണ്ടത് എന്നറിയില്ല, ആരെ പോയി അപ്രോച്ച് ചെയ്യണം, എങ്ങനെ ട്രസ്റ്റ് വർത്തി ആണോ, നമ്മൾ കൊടുക്കുന്ന കാശിന് ബെസ്റ്റ് ഡീൽ കിട്ടുന്നുണ്ടോ, ഇതൊന്നും അറിയാത്തവരായിരിക്കും. സോ GRigs എന്ന് പറയുന്നത് കസ്റ്റമായിട്ടുള്ള പി സീസ്, വർക്ക് സ്റ്റേഷൻസ്, അങ്ങനത്തെ പി സി റിലേറ്റഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ബെസ്റ്റ് പ്രൈസിന് നമുക്ക് ബിൽഡ് ചെയ്ത് കിട്ടുന്ന ഒരു കിടിലൻ സ്റ്റോറാണ്. എന്തായാലും സ്റ്റോറിനെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. പക്ഷേ ഫസ്റ്റ് നമുക്ക് ഈ ഒരു സ്റ്റോറിൻ്റെ ഓണറിനെ പരിചയപ്പെടാം. What is up guys? So my name is Sharan Subair. I am the owner of GRigs and in the we are super proud to have Sharath bro in the office, and he has a super popular YouTube channel called Sharath Neon Tech. Okay, so in Sharath bro വന്നിരിക്കുന്നത് ഒരു PC ബിൽഡ് ചെയ്യണം എന്ന് ആഗ്രഹത്തോടെയാണ്. പക്ഷേ he does not know what to build with, അല്ലെ എന്ത് പാർട്സ് പിക്ക് ചെയ്യണം, എങ്ങനെ PC ബിൽഡ് ചെയ്യണം. He has a lot of questions. We are your one stop solution to all your custom PC build needs. അതുകൊണ്ട് നമുക്ക് Sharath bro ആയിട്ട് പോവാം. We will discuss about some hardware, we'll discuss about what we are going to put in this PC. ഇതൊക്കെ പറഞ്ഞ് നമുക്ക് പുള്ളിക്കൊരു awesome powerful machine build ചെയ്ത് കൊടുക്കാം. So let's do that. And again, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു PC ബിൽഡ് ചെയ്യണമെങ്കിൽ make sure you come to our store. We are located in the Thiruvalam Kovalam bypass. നിങ്ങൾക്ക് പെട്ടെന്ന് ലൊക്കേഷൻ അറിയാമെങ്കിൽ ഏറ്റവും എളുപ്പം ഗൂഗിൾ മാപ്സ് എടുക്കുക, GRigs സെർച്ച് ചെയ്യുക, and you can find us right there. And you're all welcome to our store. So in there we will do our task of building Sharath bro his awesome high-end workstation. So let's do that. Okay, hi bro. Okay, so but it is time to build Sharath bro his PC. So നമുക്ക് ബ്രോയുടെ റെക്കമെൻഡേഷൻസും ബ്രോയുടെ നീഡ്സും കാര്യങ്ങളും എല്ലാം we'll listen to all that, എന്നിട്ട് we will find the best PC solution for them. Okay, so bro നമുക്ക് PC build പോവാം. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ പി സി ബിൽഡിംഗ് വർക്ക് സ്റ്റേഷൻ. സോ ആക്ച്വലി എൻ്റെ യൂസ് ചെയ്യാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം നിങ്ങൾക്കറിയാലോ, ഞാനൊരു ക്രിയേറ്ററാണ്, എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് പിന്നെ ചെറുതായിട്ടൊന്ന് ഗെയിംസ് കളിക്കാനായിട്ട്. സോ ആ ഒരു യൂസേ എനിക്കുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 1 lakh പിടിച്ചു. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റും? ബ്രോ, സോ ബ്രോനൊരു 1 lakhനകത്താണ് ഒരു PC ബിൽഡ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ബ്രോ ഒരു പറഞ്ഞ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്. സോ ബ്രോ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് ബ്രോയുടെ മെയിൻ ഫ്രെയിം വർക്ക് വീഡിയോ പ്രൊഡക്ഷൻ ആണ്. സോ വീഡിയോ പ്രൊഡക്ഷൻ ആകുമ്പോഴത്തേക്ക് ബ്രോന് ഒത്തിരി ഫയൽസ് റെൻഡർ ചെയ്യാൻ കാണും, ഒത്തിരി വീഡിയോസ് റെൻഡർ ചെയ്യാൻ കാണും, പിന്നെ ക്യാമറയുടെ റോ ഫയൽസ് റീഡ് ചെയ്യാനുണ്ടാവും, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. സോ ഇങ്ങനെയുള്ള പ്രോസസ്സിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് മൾട്ടികോ പ്രോസസ്സ് എന്ന് പറഞ്ഞ കാര്യമാണ്. അതായത് വീഡിയോ റെൻഡറിങ്ങിൽ ഒരു CPUവിന് കോർസ് എന്ന് പറഞ്ഞ യൂണിറ്റ്സ് ഉണ്ട്. സോ മൾട്ടിപ്പിൾ കോർസ് പെട്ടെന്ന് പണിയെടുക്കുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് വീഡിയോസ് റെൻഡറായി കിട്ടുന്നത്, പെട്ടെന്ന് 3D വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. സോ മൾട്ടികോ പെർഫോമൻസ് ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് AMDയുടെ Ryzen 7 എന്ന് പറഞ്ഞ പ്രോസസ്സറാണ്. സോ Ryzen 7ൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് സീരീസ് Ryzen 7 5800X എന്ന് പറഞ്ഞ പ്രോസസ്സറുണ്ട്. സോ അതാണ് ബ്രോഡ് വർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. കാര്യം അതിന് 8 cores and 16 threads ഉണ്ട്. സോ അഗൈൻ അപ്പോൾ ആഫ്റ്റർ എഫക്ട്സ് പ്രീമിയർ പ്രോ ഇങ്ങനെ എന്ത് വർക്ക് ഫ്ലോ ഇട്ടാലും നല്ല സ്മൂത്തായിട്ട് വെക്കും. പിന്നെ അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു നല്ല ഗ്രാഫിക് കാർഡും, അറ്റ്ലീസ്റ്റ് ഒരു 6 GB ഗ്രാഫിക് കാർഡ് ബ്രോന് 3D എഫക്ട്സ് ചെയ്യാന്നുണ്ടെങ്കിൽ 4 GB ഗ്രാഫിക് കാർഡ് മതി. നമുക്കൊരു 4K ഔട്ട്പുട്ടൊക്കെ ചെയ്യണമെങ്കിൽ 4 GB ഗ്രാഫിക് കാർഡ് മതി. പക്ഷേ 3D എഫക്ട്സ് ചെയ്യണമെങ്കിൽ മിനിമം ഒരു 6 GB ഗ്രാഫിക് കാർഡും റെക്കമെൻഡഡ് അറ്റ്ലീസ്റ്റ് 16, എന്നാലും ഒരു 32 GB റാം വരെ ഞാൻ റെക്കമെൻഡ് ചെയ്യും. സോ ഇതാണ് നമ്മുടെ ബേസ് ലൈൻ. ഈ ഒരു ബേസ് ലൈൻ വെച്ച് നമ്മളൊരു PC ബിൽഡ് ചെയ്താൽ ഒരു ടാസ്ക് ഭയങ്കര ഈസി ആയിരിക്കും. പിന്നെ സ്റ്റോറേജും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സ്റ്റോറേജ് ആകുമ്പോഴത്തേക്ക് നമുക്ക് മിനിമം ഒരു 500 GB SSD പ്ലസ് ഒരു 1 TB ഹാർഡ് ഡിസ്ക്, അല്ലെങ്കിൽ 2 TB 4 TB ഹാർഡ് ഡിസ്ക് പോകാം. ഈ 500 GB SSDക്കകത്ത് നമ്മുടെ വിൻഡോസും മെയിനായിട്ട് റൺ ചെയ്യുന്ന പ്രോഗ്രാംസ് ഉള്ളൂ. ഫോർ എക്സാമ്പിൾ പ്രീമിയർ പ്രോ അല്ലെങ്കിൽ പ്രീമിയർ പ്രോ ഡാമേജ് സോൾവ് എന്തെങ്കിലും ആ SSD ഇട്ടാൽ ഭയങ്കര സ്പീഡായിട്ട് ഇത് റീട്രൈസ് കാര്യങ്ങളൊക്കെ ചെയ്യും. ഓക്കെ, അല്ല ഇപ്പോൾ ഈ പറഞ്ഞ AMDയുടെ അല്ലേ CPU പറഞ്ഞത്? അപ്പോൾ GPU നമുക്ക് ഏതായിരിക്കും ബെറ്റർ? ഇതിന് GPU ഓപ്ഷൻസ് നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ ബ്രോഡ് വർക്ക് ഫ്ലോയ്ക്ക് ബ്രോഡ് വർക്ക് ഫ്ലോയ്ക്ക് മെയിൻലി ഞാൻ AMD റെക്കമെൻഡ് ചെയ്യാൻ കാര്യം AMD ഞാൻ നേരത്തെ പറഞ്ഞ മൾട്ടികോ പ്രോസസ്സറിനകത്ത് ഒത്തിരി നല്ലപോലെ നിൽക്കുന്നതാണ്. പിന്നെ AMD പ്രോസസറിൻ്റെ കൂടെ നമ്മളൊരു AMD ഗ്രാഫിക് കാർഡ് പെയർ ചെയ്യുമ്പോൾ AMD കുറച്ച് എക്സ്ട്രാ അഡ്വാൻറ്റേജസ് തരുന്നുണ്ട്. സെയിം ബ്രാൻഡ് AMD പ്രോസസറും AMD ബോർഡും ഉപയോഗിക്കുമ്പോഴത്തേക്ക് മെയിൻലി അത് ഗെയിമിനകത്താണ് വരുന്നത്. ഗെയിമിനകത്ത് സോ AMDയുടെ ലേറ്റസ്റ്റ് ജനറേഷൻ പ്രോസസറും അവരുടെ ലേറ്റസ്റ്റ് ജനറേഷൻ കാർഡ്സും ഒരുമിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഫിനിറ്റി കാഷസിന് ആക്സസ് കിട്ടുന്നുണ്ട്. ഗെയിംസിലൊക്കെ നമുക്ക് FPS ബൂസ്റ്റ് കുറച്ച് കിട്ടും, കുറച്ചധികം FPS ബൂസ്റ്റ് കിട്ടും, കുറച്ച് എക്സ്ട്രാ
എക്സ്ട്രാ പെർഫോമൻസ് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും ഈ രണ്ട് കമ്പണീസും ഒരുമിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ. ഓക്കെ, സോ അപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് കേട്ടതിന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ പുള്ളി റെക്കമെൻഡ് ചെയ്യുന്നത് AMD തന്നെ CPU പ്ലസ് AMD തന്നെ GPU എടുക്കുക എന്നുള്ളതാണ്. സോ അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേ അധികം എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങൾ അൺലോക്ക് ചെയ്യാനായിട്ട് പറ്റും ഗെയിംസ് കളിക്കുമ്പോൾ എന്നാണ്. ഐ മീൻ സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സ് ഉണ്ടോ ഈ കോമ്പിനേഷൻ എടുക്കുകയാണെങ്കിൽ? മെയിൻലി സോഫ്റ്റ്വെയർ ഫീച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു മെയിൻ സോഫ്റ്റ്വെയർ അഡ്വാൻസ് ആണ് AMDക്ക് Ryzen Master എന്നൊരു ടൂളുണ്ട്. റെൻഡറിങ് പോലത്തെ ടാസ്കുകൾ അല്ലെങ്കിൽ ബ്രോ ചെയ്യുന്ന വീഡിയോ പ്രൊഡക്ഷൻ പോലത്തെ ടാസ്കുകൾ പെട്ടെന്നാക്കാൻ പറ്റും. ആൻഡ് ഇവിടെ വേറൊരു അഡ്വാൻറ്റേജ് പറയുമ്പോൾ നമ്മളൊരു പുതിയ യൂസറാണ്, നമുക്ക് ഒരു പുതുതായിട്ട് PC വാങ്ങുന്ന ആളാണ്. അപ്പം നമുക്ക് ഓവർ ക്ലോക്കിംഗ് എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല, എന്ത് ഫ്രീക്വൻസി വാല്യൂ കൊടുക്കുന്നത് അറിയത്തില്ല. സോ എപ്പോഴും പേടിയാണ് ഓവർ ക്ലോക്കിംഗ് ഒരു കയറി ചെയ്യുമ്പോൾ പേടിയുണ്ടാവും. സോ അങ്ങനെയുള്ള കേസാണ് Ryzen Master ഓട്ടോമാറ്റിക്കായിട്ട് ഓവർ ക്ലോക്ക് പ്രീസെറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ക്രിയേറ്റർ ആണെങ്കിൽ അവർ ക്രിയേറ്റർ മോഡ് എന്ന സാധനം ഉണ്ട്. സോ നിങ്ങൾ Ryzen Master ഡൗൺലോഡ് ചെയ്ത് ക്രിയേറ്റർ മോഡ് ഓൺ ആക്കിയാൽ മതി. നിങ്ങൾക്ക് റെൻഡറിംഗ് രീതിയിൽ കമ്പ്യൂട്ടർ ട്യൂൺ ചെയ്ത് തരും. ഗെയിമിംഗ് മോഡ് വേണമെങ്കിൽ ഗെയിമിംഗ് മോഡിന് ഗെയിമിംഗ് രീതിയിൽ പ്രോസസ് ട്യൂൺ ചെയ്ത് തരും. സോ ഇങ്ങനെ ഓട്ടോമാറ്റിക് ട്യൂണിംഗ് റിക്വയർമെൻറ്റ്സ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സോഫ്റ്റ്വെയർ തന്നെ ചെയ്ത് തരും. സോ ഇങ്ങനെ അഡ്വാൻറ്റേജസ് നമ്മൾ AMD പ്രോസസ്സറും അതിൻ്റെ കൂടെ Ryzen Master എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കുകയാണെങ്കിൽ ചെയ്യും. പ്രൊവൈഡഡ് നിങ്ങൾ ആവശ്യത്തിന് കൂളിംഗ് കൊടുക്കുക. നിങ്ങൾ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഓൾറെഡി AMD തരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പ്രോസസ് ഓവർക്ലോക്ക് ആണെങ്കിൽ റിമെമ്പർ നിങ്ങൾ ആവശ്യത്തിന് പ്രോപ്പർ കൂളിംഗ് കൊടുത്ത് തന്നെ ഓവർക്ലോക്ക് ചെയ്യുക. ഓക്കെ, സോ സഫീഷ്യൻ്റ് ആയിട്ടുള്ള കൂളിംഗ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഓവർക്ലോക്കിംഗ് അടിപൊളിയായിട്ട് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. അല്ല, അപ്പോൾ ഞാനിപ്പോൾ CPU എടുത്തു AMDയുടെ പറഞ്ഞ പോലെ, അതേപോലെ GPU എടുത്തു AMDയുടെ. അപ്പോൾ ഇതിന് പറ്റിയ മദർ ബോർഡ് എങ്ങനെ ചൂസ് ചെയ്യാം? നമ്മൾ ഏതായിരിക്കും ബെറ്റർ? ഓക്കെ, മദർ ബോർഡ് ഒരു എന്ത് മദർ ബോർഡ് പിക്കണം ഒത്തിരി പേർക്ക് ഡൗട്ടിലൊരു ഫീൽഡാണ്. അതിൻ്റെ കൂടുതൽ ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു ഒരു മിത്ത് പോലെ ഉണ്ട്, കൂടുതൽ പൈസയുള്ള മദർ ബോർഡ് ഇട്ടാൽ PC ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ തന്നെ ഒത്തിരി കസ്റ്റമേഴ്സ് വിളിക്കുമ്പോൾ ആൾക്കാരെ മെയിൻ ചെയ്യും, ബ്രോ 4 RAM സ്ലോട്ടുള്ള മദർ ബോർഡാണ്, 2 RAM സ്ലോട്ടുള്ള മദർ ബോർഡാണ്. സോ മദർ ബോർഡ് ആൾക്കാർക്ക് എപ്പോഴും ഒത്തിരി ഡൗട്ട്സ് ഉള്ളൊരു ഫീൽഡാണ്. ഓക്കെ, നമ്മൾ ലേറ്റസ്റ്റ് ജനറേഷൻ AMD പ്രോസസ്സർ എടുക്കുമ്പോഴത്തേക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന മദർ ബോർഡ്സ് ഈതർ B550 സീരീസ് അല്ലെങ്കിൽ X570 സീരീസ്. ഓക്കെ, ഇതിൻ്റെ രണ്ട് അഡ്വാൻറ്റേജ് പറഞ്ഞാൽ B550 എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് സീരീസ് മദർ ബോർഡാണ്. X570 ആണ് ഈ ലേറ്റസ്റ്റ് സീരീസിന് തൊട്ട് മുമ്പിറങ്ങിയ മെയിൻ ഫ്ലാഗ്ഷിപ്പ് മദർ ബോർഡ്. സോ X570 എന്ന് പറഞ്ഞ ബോർഡ് കുറച്ചുകൂടെ പ്രൈസിയാണ്. പക്ഷേ ഈ കൊടുക്കുന്ന എക്സ്ട്രാ പ്രൈസിന് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ ഗ്രാഫിക് കാർഡ് സ്ലോട്ട്സും അതിനകത്തുള്ളത് PCI Gen 4 എന്ന് പറഞ്ഞ സപ്പോർട്ടഡ് ഗ്രാഫിക് കാർഡ് സ്ലോട്ട്സ് ആയിരിക്കും. PCI Gen 4 എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ AMD ഇറക്കുന്ന കാർഡ്സ് എല്ലാം PCI Gen 4 വർക്ക് ചെയ്യുന്ന കാർഡ്സാണ്. അതായത് ലേറ്റസ്റ്റ് ജനറേഷൻ PCIയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഫുൾ സ്പീഡ് കിട്ടണമെങ്കിൽ ഈ എല്ലാ ഗ്രാഫിക് കാർഡ് സ്ലോട്ടും Gen 4 വർക്ക് ചെയ്യുന്നത്. കാർഡ്സ് എല്ലാം ഒരു ബോട്ടിലിനേക്കും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ലോസ് ഇല്ലാതെ ഫുൾ സ്പീഡ് വർക്ക് ആവും. സോ B550 നമുക്ക് കിട്ടുന്ന പറയുമ്പോഴത്തേക്ക് എപ്പോഴും അതിൻ്റെ മെയിൻ ഗ്രാഫിക് കാർഡ് സ്ലോട്ട്, അതായത് ആദ്യത്തെ ഗ്രാഫിക് കാർഡ് സ്ലോട്ട് Gen 4 സപ്പോർട്ടാണ്. M.2 സ്ലോട്ട്സ് Gen 4 സപ്പോർട്ടാണ്. പിന്നെ എല്ലാത്തിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല VRM കൂളിംഗും കാണും. ഓക്കെ, എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് കിളി പോയിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് നിസ്സാരമായിട്ടൊരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 1 lakh അല്ലെങ്കിൽ ഒരു 50,000 കൂടെ കൂട്ടിക്ക് ഒരു 1.5 lakh അങ്ങനെയാണ് ഈ സ്റ്റോറിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള CPU GPU കോമ്പിനേഷൻസ് ഏതൊക്കെയാണ്? ഓക്കെ, സോ അത് നമ്മുടെ മുന്നിൽ ഒരുപാട് പ്രോസസ്സറുകളുണ്ട്. എല്ലാത്തിൻ്റെയും പറ്റി ഒരേപോലെ ഇരിക്കുന്നത് ഇവിടെ നമ്പറിൻ്റെയൊക്കെ വ്യത്യാസമുണ്ട്. ഇവിടെ 5 ആണ്, 7 ആണ്, 9 ആണ്. സോ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഈ കോമ്പിനേഷൻസിൽ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുക്കാൻ പറ്റുന്നത് ഏതൊക്കെയാണ്? സോ ഇന്ന് ബ്രോയുടെ ആവശ്യത്തിന് ബ്രോ കണക്ട് ആയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്ത Ryzen 7 ആണ്. സോ Ryzen 7ൻ്റെ Ryzen 7നെ പറ്റി രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. സോ ബ്രോ എടുത്ത് വെച്ചേക്ക് Ryzen 7 ഉണ്ട്, പിന്നെ അല്ലാത്ത Ryzen 7 ഓക്കെ. സത്യമായിട്ട് എനിക്കിത് രണ്ടും കണ്ടിട്ട് ഒരു വ്യത്യാസവും മനസ്സിലാവുന്നില്ല. എന്താണിത്? ഈ രണ്ട് ബോക്സ് രണ്ടും ഒറ്റയടിക്ക് എനിക്ക് Ryzen 7 ആണ്. ആൻഡ് ഇത് വന്നിട്ട് Ryzen 7 5800. ഇത് 5800X, ഇത് 5800X 3D എന്ന് പറഞ്ഞ പ്രോസസ്സറാണ്. ഈ 3D എന്ന് പറയുമ്പോൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും വീഡിയോഗ്രാഫേഴ്സിനും വീഡിയോ എഡിറ്റേഴ്സിനും എന്തായാലും അവർക്ക് പറ്റുന്ന പ്രോസസ്സർ Ryzen 7 5800X ആണ്. ഇതൊരു സ്റ്റാൻഡേർഡ് 8 കോർ 16 ത്രെഡ് അൺലോക്ക് സെറ്റ് പ്രോസസ്സറാണ്. പക്ഷേ ഇതിൻ്റെ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും പുതുതായിട്ട് ഇറക്കിയ പ്രോസസ്സറാണ് Ryzen 7 5800X 3D. ഇതിന് ക്യാഷ് മെമ്മറി കൂടുതലാണ്. ക്യാഷ് മെമ്മറി കൂടുതലെന്ന് മാത്രമല്ല ഇതൊരു 8 കോർ പ്രോസസ്സർ ആണെങ്കിലും കറൻ്റ്ലി മാർക്കറ്റിൽ ഏറ്റവും സ്പീഡ് കൂടിയ ഗെയിമിംഗ് പ്രോസസ്സറാണ് Ryzen 5800X 3D. സോ മാർക്കറ്റിൽ ഏറ്റവും സ്പീഡ് കൂടിയ ഗെയിമിംഗ് പ്രോസസ്സർ Ryzen 5800X 3D. ഓക്കെ, സോ ഇത് രണ്ടും Ryzen 7 ആണെങ്കിലും കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ബെറ്റർ ആയിട്ടുള്ളത് ഈ ഒരു സാധനമാണ്. 3D വേണ്ട, ഇതാണ് ബെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പ്രോസസ്സർ നമ്മൾ ഇതെടുത്തു. ഇനി നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇനി B550 അല്ലേ, B550 മദർ ബോർഡായിരിക്കും ഇതിന് കോമ്പാറ്റബിൾ ആയിട്ടുള്ളതെന്ന്. സോ നമുക്കിനി മദർ ബോർഡിൻ്റെ സെക്ഷനിലേക്ക് പോകാം. സോ നമുക്ക് വേണ്ട മദർ ബോർഡ്സ് എല്ലാവരും സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ബ്രോന് കോസ്റ്റ് എഫക്റ്റീവ് എന്ന പെർഫോമൻസ് ഉള്ള മദർ ബോർഡാണ് വേണ്ടത്, അതോ കുറച്ച് പ്രൈസി കുറച്ച് ബ്ലിങ് ആയിക്കോട്ടെ എന്നുള്ള ബോർഡാണോ? ഇതാണ് വേണ്ടത്. അത്യാവശ്യം കോസ്റ്റ് എഫക്റ്റീവ്, നമ്മുടെ കാഴ്ചക്കാരൊക്കെ ബഡ്ജറ്റ് നോക്കുന്ന ആൾക്കാരുണ്ട്. ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആവുകയാണെങ്കിൽ അത്രയും നല്ലത്. കോസ്റ്റ് നോക്കുന്നുണ്ട്, കുറച്ച് ലുക്കും വേണം, എന്നാൽ നമുക്ക് ഗെയിമിംഗ് കണക്ടേഷൻ എല്ലാം നടക്കണം. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഐ വുഡ് റെക്കമെൻഡ് നമ്മളിവിടെ ടഫ് സീരീസ് 550 ബോർഡ് ആയിരിക്കും നമുക്ക് ബെറ്റർ. സോ നമുക്ക് ഇതെടുക്കാം. സോ എടുത്തോ. സോ നമ്മൾ ഈ ഒരു മദർ ബോർഡാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ പ്രോസസ്സർ സെറ്റായി, മദർ ബോർഡ് സെറ്റായി.
സോ ഇനി അടുത്ത് നമുക്ക് GPU. ഇനി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, എന്ത് ഗ്രാഫിക് കാർഡ് നമ്മൾ ഈ ബിൽഡിംഗ് ചെയ്യുന്നുണ്ടെന്ന്. ഏത് ഗ്രാഫിക്സ് കാർഡ് എടുക്കും? സോ ഈ ഒരു പ്രോസസറിന് ബെസ്റ്റ് കോമ്പിനേഷൻ. സോ നമ്മൾ ഡിസ്കഷൻ സ്റ്റാർട്ടിങ് പറയുന്നത് നമ്മൾ AMD പ്രോസറും അതിൻ്റെ കൂടുതൽ AMD ഗ്രാഫിക് കാർഡും നമ്മൾ ബണ്ടിൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എക്സ്ട്രാ ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇൻഫിനിറ്റി ക്യാഷിന് ആക്സസ് കിട്ടുന്നുണ്ട്. സോ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ ബ്രോ എനേബിൾ ചെയ്യാനും വെരി സ്മൂത്ത് റണ്ടേഴ്സിന് വി വിൽ ഗോ വിത്ത് AMD കാർഡ്സ് ആയിട്ട് നമുക്ക് 2-3 ഓപ്ഷൻസ് ഉണ്ട്. സോ മിനിമം ഒരു വീഡിയോ എഡിറ്റിംഗ് ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് എന്നാൽ പെർഫോമൻസിന് ഒത്തിരി കോംപ്രമൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് AMDയുടെ 4GB 6500 എന്ന് പറഞ്ഞ കാർഡുണ്ട്. 6500 എന്നൊരു കാർഡുണ്ട് വിച്ച് ഇസ് 4GB DDR6 ആണ്. എന്നാലും ആ വീഡിയോ പ്രൊഡക്ഷൻ മൈൻഡിലുണ്ട്. പിന്നെ എന്നാലും നമ്മൾ വീഡിയോ പ്രൊഡ്യൂസേഴ്സ് ആകുമ്പോഴത്തേക്ക് ഓവർ ടൈം നമുക്ക് ഒരു സ്പെഷ്യൽ എഫക്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. സോ അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഇസ് ഓൾവേസ് ബെറ്റർ ടു ഗോ വിത്ത് 6GB ഓർ മോർ. സോ അങ്ങനത്തെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് AMD 6600 എന്ന് പറഞ്ഞ കാർഡാണ് വിച്ച് ഇസ് 8GB ഓഫ് DDR6 മെമ്മറി. ആൻഡ് ആ കാർഡിനകത്ത് ഒരു വെരി സ്ട്രോങ് 4K എൻകോഡർ പ്രീബിൽറ്റ് ആയിട്ടുണ്ട്. സോ 4K റെൻഡറിങ്ങിന് ആ കാർഡ് എസ്പെഷ്യലി ഹെൽപ്പ് ചെയ്യും. അതിനുവേണ്ടിയാണ് വിൽ പിക്ക് ഓർ AMD 6600. അല്ല സോ വിൽ പിക്ക് AMD 6600. സോ അഗൈൻ ഈ കാർഡ് ആകുമ്പോഴത്തേക്ക് ഇത് 4K റെഡിയാണ്, 4K എഡിറ്റിംഗ് റെഡിയാണ്. ആൻഡ് ഒരു ഭയങ്കര എക്സ്ട്രീംലി എക്സ്പെൻസീവ് ഒന്നുമില്ല. നിങ്ങൾ ഗ്രാഫിക് കാർഡ് നിൽക്കുമ്പോൾ മിക്കവാറും കുറേ പേരൊക്കെ വിചാരിച്ചാണ് കാർഡിൻ്റെ പ്രൈസ് ഒക്കെ കൂടി നിൽക്കിയല്ലേ. എൻ്റെ കേസ് ആ സമയമൊക്കെ മാറി കാർഡിൻ്റെ പ്രൈസ് കുറഞ്ഞു തുടങ്ങി. ഇതും വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. റഫ്ലി അറൗണ്ട് നമുക്കൊരു 46,000 റേഞ്ചിൻ്റെ ഉള്ളിലൊക്കെ ഗെറ്റ് എ വെരി സോളിഡ് കാർഡ്, നല്ല പെർഫോമൻസ് കിട്ടുന്ന 8GB RAM ഉള്ള അടുത്ത 5 ഇയേഴ്സിലേക്ക് നിങ്ങൾക്ക് സെറ്റ് ആയിട്ടൊരു കാർഡ് നിങ്ങൾക്ക് ഈ പ്രൈസിനകത്ത് ഇപ്പോൾ കിട്ടും. സോ ഈ ബിൽഡിന് റെക്കമെൻഡിങ് AMD 6600. പക്ഷേ ബ്രോ എനിക്ക് ആക്ച്വലി ഒരു ഡൗട്ട്, കാരണം നമ്മുടെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടി എടുക്കുന്നു, പക്ഷേ നമ്മുടെ വ്യൂവേഴ്സ് കുറേ പേര് ഗെയിം കളിക്കാൻ വേണ്ടി മാത്രമായിട്ട് PC ബിൽഡ് അല്ലെങ്കിൽ ഗെയിമിങ്ങും എഡിറ്റിങ്ങും ഓൾറൗണ്ടിങ് എല്ലാത്തിനും ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഒരു ഗെയിമറാണ് ഈ ഒരു സാധനം എടുക്കുന്നതെങ്കിൽ ആൾക്ക് എന്തായിരിക്കും അഡ്വാൻറ്റേജ് ഈ സെയിം കോമ്പിനേഷൻ? ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ബിൽഡ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് AMD പ്രോസർ പ്ലസ് AMD കാർഡാണ്. ആൻഡ് നമ്മൾ പറഞ്ഞു നേരത്തെ ഇൻഫിനിറ്റി ക്യാഷിന് സാധനത്തിന് ആക്സസ് കിട്ടുന്നു. സോ വേറൊരു അഡ്വാൻറ്റേജും ഇത് ഇത്രയും കൂടിയ കാർഡൊന്നും വേണമെന്നില്ല, എന്ത് AMD കാർഡ് എടുത്താലും നമുക്ക് കിട്ടുന്ന വേറൊരു അഡ്വാൻറ്റേജ് AMD വേറൊരു ടെക്നോളജിയാണ് FSR എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ദാറ്റ് ഇസ് ഫിഡാലിറ്റി എഫക്ട്സ് സൂപ്പർ റെസല്യൂഷൻ. ഈ ഫിഡാലിറ്റി എഫക്ട് സൂപ്പർ റെസല്യൂഷൻ എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു ബജറ്റ് AMD കാർഡ് എടുത്താലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് AMD കാർഡ് യൂസ് ചെയ്താലും അവരുടെ ടെക്നോളജിയിൽ ലോ റെസല്യൂഷനകത്ത് ആദ്യം വീഡിയോ റെൻഡർ അല്ലെങ്കിൽ ലോ റെസല്യൂഷനകത്ത് ആദ്യം ആ ഗെയിം റെൻഡർ ചെയ്ത് തരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു കുറച്ച് പഴയ പ്രോസസ്സർ ഇരിക്കുന്നതെന്ന് വെച്ചോ, എന്നിട്ട് നിങ്ങളിപ്പോൾ ഒരു പുതിയ കാർഡ് വാങ്ങിച്ചാൽ അപ്പോൾ ആ കാർഡിനകത്ത് നിങ്ങൾ അൾട്രാ സെറ്റിനായിട്ട് കളിക്കുമ്പോൾ ഗെയിം ലാഗ് ആയിപ്പോകും. അങ്ങനെ പ്രോസറിനെ കാർഡിൻ്റെ കൂടെ പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ 4K റെസല്യൂഷൻ അല്ലെങ്കിൽ 2K റെസല്യൂഷൻ ആ കാർഡിനെ ഇപ്പോൾ പുഷ് ചെയ്യാൻ പറ്റുന്നില്ല, കാര്യം നിങ്ങളുടെ ഹാർഡ്വെയർ കോസ്റ്റ് ലിമിറ്റഡ് ആണ്. അങ്ങനെയുള്ള കേസിൽ ആദ്യം ഗ്രാഫിക് കാർഡ് ഈ ഗെയിമിനെ ലോ റെസല്യൂഷൻ, ഫോർ എക്സാമ്പിൾ 1080p താഴെ ഈ ഗെയിം റെൻഡർ ചെയ്തിട്ട് പിന്നെ അതിനെ അപ്സ്കെയിൽ ചെയ്ത് തരും. അപ്സ്കെയിൽ ടെക്നോളജി ആണ് AI. ഇപ്പോൾ നമ്മൾ ഫോൺസിലൊക്കെ ഇപ്പോൾ കാണുന്നതാണ് AI ആ സീനെ നോക്കിയിട്ട് എവിടെയൊക്കെ ബ്ലർ ഉണ്ട് ആ ബ്ലറിനെയൊക്കെ ഷാർപ്പൻ ചെയ്ത് പിക്സൽസിനെ സ്മൂത്ത് ആക്കി തരും. സോ തിയററ്റിക്കലി ആ ഗെയിമിനെ അത് ഔട്ട്പുട്ട് തന്നെ 4K അല്ല, അപ്സ്കെയിൽ ചെയ്ത് തന്നെ 4K ആണ്. പക്ഷേ ലോ റെസല്യൂഷൻ റെൻഡർ ചെയ്ത് അപ്സ്കെയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ പ്രോസറിനും ഗ്രാഫിക് കാർഡിനും ഒരു ലോഡ് കുറഞ്ഞിരിക്കും. സോ നിങ്ങൾക്ക് ഇൻ കേസ് ഒരു കുറച്ച് പഴയ AMD കാർഡ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ഇതിനാലും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള AMD കാർഡ്സ് ആണെങ്കിൽ പോലും അതിന് ഹൈ റെസല്യൂഷൻസ് ഒത്തിരി ലോഡ് എടുക്കാതെ തന്നെ നിങ്ങൾക്ക് ക്വാളിറ്റിയിൽ പുഷ് ചെയ്ത് തരാൻ പറ്റും. സോ ഇങ്ങനെ അപ്സ്കെയിലിംഗ് ടെക്നോളജിയാണ് FSR. AMD കണ്ടുപിടിച്ച ഒരു വെരി ബ്യൂട്ടിഫുൾ ടെക്നോളജിയാണിത്. ആൻഡ് അത് വെച്ചിട്ട് നിങ്ങളൊരു ബജറ്റ് ഗെയിമർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഹൈ റെസല്യൂഷൻസിന് ക്ലീൻ ആയിട്ട് സ്റ്റക്കില്ലാതെ ഗെയിംസ് കളിക്കാൻ പറ്റും. ദാറ്റ് ഇസ് വാട്ട് FSR ഡസ്. സോ അങ്ങനെ ഒരു വലിയ അഡ്വാൻറ്റേജ് നമ്മുടെ AMD പ്രോസസർ ഗ്രാഫിക് കാർഡ് കോമ്പോയിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഏകദേശം നമ്മുടെ PC ബിൽഡ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കയ്യിലുണ്ട്. ഇതൊക്കെ പാക്കേജാണ്. ഇനി ഇതൊക്കെ പൊട്ടിച്ചിട്ട് ഒരു PC ബിൽഡ് ചെയ്യണം. സോ രണ്ട് കാര്യങ്ങൾ ഇനി എന്താണ് പവർ ചെയ്യണം. ഓക്കെ, പവർ സപ്ലൈ. ഇതാണ് നമ്മൾ എന്താ പറയുക PC ഇപ്പം ശരിക്കും നിങ്ങൾക്ക് മനസ്സിലായാലും ഒരു PC ബിൽഡ് ചെയ്യാൻ ഒരു ഐഡിയ ഇല്ലാത്ത ആൾ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മളിവിടെ പോകുന്നത് ഒരു 10 year വാറണ്ടിയുള്ള ഗോൾഡ് റേറ്റഡ് പോസിബിൾ ഒരു NGXT ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. NGXT അഗൈൻ മാർക്കറ്റിലുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് ബെയർ ആണ്, ഹൈ ക്വാളിറ്റി കമ്പണൻസിന്. സോ നമ്മൾ ഉപയോഗിക്കുന്നത് NGXTയുടെ C750 80+ ഗോൾഡ് റേറ്റഡ് പവർ സപ്ലൈ തന്നെ നമുക്ക് ഈ ബിൽഡിന് യൂസ് ചെയ്യാം. ഓക്കെ ഗൈസ്, സോ നമ്മുടെ കയ്യിൽ പവർ സപ്ലൈ ഉള്ളതിൽ ഏറ്റവും വലുതാണല്ലേ പവർ സപ്ലൈ. ഇനി നമ്മളൊന്നും മറന്നിട്ടില്ലല്ലോ. ഇനി ഇതെല്ലാം ഇടയിൽ കേസ് മതി. ഓക്കെ, സോ കേസ് അല്ലെങ്കിൽ ക്യാബിനറ്റ്. ഇത് കൊള്ളാമല്ലോ. ഈ ക്യാബിനറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് NGXT എന്ന് പറഞ്ഞാൽ നമ്മുടെ പവർ സപ്ലൈ നമ്മൾ നിർത്തിപ്പിക്കുന്നില്ലേ ആ സെയിം ബ്രാൻഡാണ്. എൻ്റെ ക്യാബിനറ്റ് ആണ്. സോ ഒത്തിരി പേർക്ക് വൈറ്റ് ക്യാബിനറ്റ്സ് ഇഷ്ടമാണ്, PC വൈറ്റ് ക്യാബിനറ്റ്സ് ഇഷ്ടമാണ്. അങ്ങനെ വൈറ്റ് അല്ല, മെയിൻലി ട്രാൻസ്പെറൻറ്റ് ആൻഡ് വൈറ്റ്. ഈ ഒരു പ്രീമിയം പിന്നെ ഒരു വൈറ്റ് തീം കാണുമ്പോഴത്തേക്ക് ഒരു പ്രീമിയം ലുക്ക് ഉണ്ട്. ഇനി ഇപ്പോൾ പാർസലാണ്. ഓക്കെ, നമ്മുടെ പ്രോസസർ റെഡിയാണ്, 5800X. റാംസ് റെഡിയാണ്. നമ്മൾ വിൽക്കോൺ വിത്ത് 32GB റാം. കോഡ് B550യുടെ ടഫ് സീരീസ് ഉണ്ട്. NGXT C750 പവർ സപ്ലൈ, സാംസങ്ങിൻ്റെ 980 1TB SSD ആൻഡ് NGXT 5 ഫ്ലോ. ഇത്രയാണ് നമ്മുടെ PC ബിൽഡിംഗ് കമ്പണൻസ്.
ഇത്രയും ചെയ്തപ്പോൾ നമ്മൾ വീണ്ടും ഒരു കാര്യം മറക്കുന്നു. എന്താണ് നമ്മൾ മറക്കുന്ന കാര്യം പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഒരു റെൻഡറിങ്ങിന് വേണ്ടി PC ബിൽഡ് ചെയ്യുന്നത്. സോ റെൻഡറിങ് PC അപ്പോൾ അത്യാവശ്യം ഒരു എൻട്രി ലെവൽ PC അല്ല, കുറച്ചുകൂടി ഒരു ഹയർ അല്ലെങ്കിൽ പവർഫുൾ PC ആണ്. Ryzen 7 5800Xന്റെ കൂടെ ഒരു സ്റ്റോക്ക് കൂടുതൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൂളിംഗ് സോ നമുക്ക് PC-നെ നമുക്ക് നേരത്തെ പറഞ്ഞ ഓവർ ക്ലോക്ക് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പ്രോസസ്സിൻ്റെ ഫ്രീക്വൻസി കൊടുക്കുമ്പോഴും നമ്മൾ പ്രോസസ്സിന് ആവശ്യത്തിന് കൂളിംഗ് കൊടുക്കണം. സോ ഈ പ്രോസസ്സിൻ്റെ കൂടെ സ്റ്റോക്ക് കൂളർ വരാത്തതുകൊണ്ട് തന്നെ നമുക്കൊരു കസ്റ്റം കൂളിംഗ് വേണം. കൂളിങ്ങിന് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. നമുക്കൊന്ന് എയർ കൂൾ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വാട്ടർ കൂൾ ചെയ്യാം. ഇതാണ് നമ്മളിവിടെ റെക്കമെൻഡ് ചെയ്യുന്നത്. ക്രാക്കൻ X63 ആണ് നമ്മൾ ഈ ബിൽഡ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇത് 280mm, രണ്ട് 140mm ഫാൻസ്. 140 എന്ന് പറയുമ്പോൾ നോർമൽ PC ഫാൻസ് 120mm ആണ്. 140 കുറച്ചുകൂടി വൈഡർ ഫാൻസ് ആണ്. Ryzen 7 അത്യാവശ്യം ഹെവി ഓവർ ക്ലോക്സിലും നല്ല കൂളായിട്ട് നിർത്താൻ പറ്റുന്ന കൂളേഴ്സാണ് X63. ഇനി എയർ കൂളിംഗ് ആണെങ്കിൽ എന്തെടുക്കുന്നു കാണിച്ചു കൊടുക്കണം. ബ്രോ ഫ്യൂ വേർഡ് ഗോ ഫോർ എയർ കൂളിംഗ്. എയർ കൂളിംഗ് ആണെന്ന് ബ്രോ പിക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്തത് നോക്ക്വേ DS50 എന്ന് പറഞ്ഞ കൂളാണ്. എക്സ്ട്രീംലി സോൾഡ് ആയിട്ടുള്ള എയർ കൂളാണ്. 2 വലിയ 140mm ഫാൻസ് ഉണ്ട്. സോ ഫൈനലി നമ്മുടെ PC ബിൽഡ് ചെയ്ത് തീർന്നിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ഈ ഒരു സ്റ്റോറി കയറിയ സമയത്ത് യാതൊരു ഐഡിയ ഉണ്ടായില്ല എന്താണ് ചെയ്യേണ്ടത്. ജസ്റ്റ് നമ്മുടെ മൈൻഡിൽ എത്രയാണ് ബഡ്ജറ്റ് എന്നും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ യൂസ് ഇത് മാത്രമേ നമുക്ക് അറിയാവുന്ന കാര്യമായിട്ടുണ്ടായുള്ളൂ. ഇവിടെ വന്നു GRigs സ്റ്റോറിൽ വന്നിട്ട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനായിട്ട് പറ്റിയ ഓരോ കാര്യങ്ങളും. മദർ ബോർഡ് ഏത് ചൂസ് ചെയ്യണം, പ്രോസർ ഏത് ചൂസ് ചെയ്യണം, അതേപോലെ ഗ്രാഫിക്സ് കാർഡ് ഏത് ചൂസ് ചെയ്യണം, ഒരു PC ബിൽഡ് ചെയ്യാനായിട്ട് എന്തൊക്കെ കോമ്പണൻസ് വേണം, അതും വളരെ ബഡ്ജറ്റ് പ്രൈസ് പോയിന്റ് തൊട്ട് വളരെ ഹൈ എൻഡ് ആയിട്ടുള്ളതിന് എന്തൊക്കെ ആണ് അവൈലബിൾ ആയിട്ടുള്ള. പ്രത്യേകമായിട്ടും AMDയുടെ തന്നെ കുറേ അധികം GPUയും CPUയും ഒരുമിച്ച് ചൂസ് ചെയ്യുകയാണെങ്കിൽ അഡ്വാൻറ്റേജസ്, അതിൻ്റെ സോഫ്റ്റ്വെയർ സ്റ്റാക്ക്, അതുപോലെ തന്നെ അതുകൊണ്ട് ഗെയിമേഴ്സിനും അതേപോലെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് കിട്ടുന്നത്, അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേഞ്ചിൽ ഈ കാര്യങ്ങളെല്ലാം പഠിക്കാനായിട്ട് പറ്റി. സോ നിങ്ങൾക്കും ഇതേപോലെ ഒരു PC ബിൽഡ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി GRigs സ്റ്റോർ നിങ്ങൾ വിസിറ്റ് ചെയ്യുക. സോ ഞാൻ ഈ GRigs സ്റ്റോറിൻ്റെ ലൊക്കേഷൻ ഇൻഫർമേഷൻ എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് നിങ്ങളിപ്പോൾ കേരളത്തിലല്ല പുറത്താണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇവർ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഈ ഒരു കമ്പ്യൂട്ടർ പാർട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ എന്തൂസിയാസ്റ്റ് ആണ്, PC ബിൽഡിംഗ്, വർക്ക് സ്റ്റേഷൻ ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി GRigsൻ്റെ ഇൻസ്റ്റാഗ്രാമിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. പ്ലസ് അവരുടെ യൂട്യൂബ് ചാനലും ഇതേപോലെ കുറേയധികം ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നുണ്ട്, അതും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഒക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നി നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തുടർച്ചയുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോ